നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏത് രീതിയിലും ഭാരതത്തിൽ ഒരു പ്രക്ഷോഭം നടത്തി അല്ലെങ്കിൽ ഒരു കലാപം നടത്തി രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കണം. അതിനാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നേപ്പാളിൽ നടന്നതുപോലെയും അതായത് ബംഗ്ലാദേശിലൊക്കെ നടന്നതുപോലെയും ജൻസി കലാപം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഓരോ നീക്കങ്ങൾ നടത്തുന്നു. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നത് തന്നെ ജോസോറസിന്റെ കുറെ ടീമുകളുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടത്തുന്ന ഓരോ നീക്കങ്ങളും ഒരു കളിപ്പാവയെ പോലെയാണ്. ബാറ്ററി ഇടുന്നു, ഓടുന്നു, അങ്ങനത്തെ ഒരു പാവയെ പോലെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നീക്കുന്നത്. എല്ലാ ഇൻസ്ട്രക്ഷൻസും വരുന്നത് ഈ ഭാരതത്തെ എങ്ങനെ തകർക്കാം എന്ന ഗൂഢാലോചന നടത്തുന്ന രാജ്യവിരുദ്ധരുടെ ഓരോ ഇൻസ്ട്രക്ഷൻസുമാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അതേപടി അവലംബിച്ചുകൊണ്ട് നമ്മുടെ ഭാരതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഏത് രീതിയിലും അധികാരത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോഴും അതിലൊന്നും തന്നെ രാഹുൽ ഗാന്ധി ഓരോ പദ്ധതിയും ആവിഷ്കരിക്കുമ്പോഴും അതെല്ലാം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വാദോരാതെ കുറ്റം പറഞ്ഞു. എന്റെ കയ്യിൽ ബോംബുണ്ട്, ആറ്റം ബോംബുണ്ട്, ഞാനടുത്ത് പൊട്ടിക്കും, ഹൈഡ്രജൻ ബോംബുണ്ട് എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ബീഹാറിൽ ജനങ്ങൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് നല്ലൊരു സമ്മാനം കൊടുത്തു. മേലാൽ ബീഹാറിന്റെ പരിസരത്തേക്ക് കണ്ടുപോകരുതെന്ന് അവർ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസിനെയും അടിച്ചു പുറത്താക്കി BJP-യെ താമര കൊണ്ട് അവർ അഭിഷേകം ചെയ്തത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് ബീഹാറിൽ BJP വലിയ രീതിയിൽ അധികാരത്തിലേക്ക് എത്തിയതും കോൺഗ്രസിന്റെ കൈപ്പത്തി ഒടിഞ്ഞതും. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളിക്കളഞ്ഞുകൊണ്ട് NCP നേതാവ് സുപ്രിയ സുലെ MP രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് രാഹുൽ ഗാന്ധിയുടെ മുഖത്തേക്ക് ഒരു അടി തന്നെയാണ് സുപ്രിയ സുലെ കൊടുത്തത് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും രാഹുൽ ഗാന്ധിയുടെ ആരോപണമായ വോട്ട് ചോരിയുടെ ഭാഗമാകാൻ ഞാനില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതോടെ വോട്ട് ചോരി ആരോപണം ഉയർത്തിയ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് ഇന്ത്യ മുന്നണി എന്നൊരു ഒരു മുന്നണി തന്നെ രൂപീകരിച്ചത്. പക്ഷെ അതിന്റെ ഒരു ആയുസ് 6 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തന്നെ ഇന്ത്യ മുന്നണി ഓരോ പാർട്ടിയും ആ ഇന്ത്യ മുന്നണിയിൽ നിന്നും ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് തകർന്ന തരിപ്പണമായി ഇന്ത്യ മുന്നണി തകർന്നു. ഓരോ പാർട്ടിയും ഇപ്പോൾ കോൺഗ്രസുമായിട്ട് പോലും കൈകൊടുക്കാൻ താല്പര്യപ്പെടാതെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്ന ഒരു നീക്കത്തിൽ അല്ലെങ്കിൽ എന്നൊരു തീരുമാനത്തിലേക്ക് ഓരോ പാർട്ടികളും എത്തുകയാണ്. നിലവിലിപ്പോൾ താൻ 4 തവണ ലോക്സഭയിൽ MP ആയി എത്തിയത് ഈ വോട്ടിംഗ് യന്ത്രത്തിലൂടെയാണെന്നും തനിക്കതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്നാണ് സുപ്രിയ സുലെ MP കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അഭിപ്രായപ്പെട്ടത്. ഞാൻ ഒരിക്കലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെയോ VVPAT-നെയോ മറ്റ് യന്ത്ര സംവിധാനങ്ങളെയോ കുറ്റപ്പെടുത്തില്ല. വോട്ടിംഗ് യന്ത്രത്തിന് ഏതെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അതെന്നെ ബാധിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും എന്നെ ബാധിച്ചില്ല. കഴിഞ്ഞ 4 തവണയാണ് ഞാൻ ലോക്സഭയിൽ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. സുപ്രിയ സുലെ ചൂണ്ടിക്കാട്ടിയ ഈ ഒരു പരാമർശം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാരതത്തിൽ സുതാര്യമാണ് എന്ന് തന്നെയാണ്. മഹാരാഷ്ട്രയിലെ ഭരാമതി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് കഴിഞ്ഞ 4 തവണയും കനത്ത ഭൂരിപക്ഷത്തോടെ സുപ്രിയ സുലെ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യത്ത് ആക്രമണം ഉണ്ടാക്കാനാണ് ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി ആരോപണം ഉയർത്തി ഒരു റാലി തന്നെ നടന്നത്. ആ റാലിയിൽ രാഹുൽ ഗാന്ധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പരസ്യമായി വെല്ലുവിളിച്ചതും വലിയ ഒരു അമ്പരപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ റാലിയിലാണ് രാജസ്ഥാനിൽ നിന്നുള്ള വനിതാ നേതാവ് മോദിക്ക് ഖബർ ഒരുക്കി എന്ന രീതിയിൽ മുദ്രാവാക്യം മുഴക്കിയത്. നേപ്പാൾ രീതിയിൽ രാജ്യത്ത് വോട്ട് ചോരി ആരോപണത്തിന്റെ പേരിൽ വലിയ രീതിയിൽ ഒരു ആക്രമണം ഉണ്ടാക്കി മോദി ഭരണം അട്ടിമറിക്കുക എന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അജണ്ട നടപ്പാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. വോട്ട് ചോരിയെ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണമായി ഉയർത്തുന്നതിൽ ഇന്ത്യ മുന്നണിയിലുള്ള വലിയ ഒരു അഭിപ്രായ ഭിന്നതയാണ് ഇതോടുകൂടി പുറത്തേക്ക് മറന്നേക്കി വരുന്നത്. കൂടാതെ സുപ്രിയ സുലെയുടെ ഒരു പരാമർശവും ഈ ഇന്ത്യ മുന്നണിക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും വലിയ കനത്ത പ്രഹരം തന്നെയാണ് കിട്ടിയത്. അതായത് സുപ്രിയ സുലെയുടെ ആ ഒരൊറ്റ പരാമർശത്തിൽ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാണ്, ഒരു തരത്തിലുമുള്ള തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് ഒരു പ്രതിപക്ഷം തന്നെ പറയുമ്പോൾ അതിൽ പരം ഒരു തെളിവ് ഇനി പ്രൂവ് ചെയ്യാനുള്ള ഒരു തെളിവ് വേറെ ആരും തന്നെ കൊണ്ടു കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ അടക്കം പറയുന്നത്. കോൺഗ്രസിന് SIR വോട്ടും അതോടൊപ്പം തന്നെ ചോരിയുമാണ് പ്രധാന പ്രശ്നം. പക്ഷേ ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും അത് പ്രധാന പ്രശ്നമാകണമില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രഖ്യാപിച്ചത്. വോട്ട് ചോരിയെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ഒമർ അബ്ദുള്ളയുടെ ഈ വിശദീകരണം. അതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാരതത്തിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമാണ്, അതിൽ നമുക്ക് യാതൊരു പ്രശ്നമോ യാതൊരു പരാതിയുമോ ഇല്ല എന്ന് ഒരു ക്ലീൻ ചീറ്റ് തന്നെ ഇന്ത്യ സഖ്യം
തെരഞ്ഞെടുപ്പ് കമ്മീഷന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുകയാണ്. ഇനി രാഹുലിന്റെ ഈ ഒരു കപട ആരോപണത്തെ ഇന്ത്യ സഖ്യം തന്നെ വലിച്ചു കയറി നിലത്തേക്ക് എറിയുന്ന ഒരു നീക്കമാണ് നമ്മൾ ഇന്ന്